ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? പറഞ്ഞാൽ താൻ വിശ്വസിക്കോ? അപ്പൊ എങ്ങനെയാ പൊന്മുടിക്ക് പോയി വന്നാലോ? ഈദ് സ്പെഷ്യൽ ആയിട്ട് ഒരു ട്രിപ്പ് അങ്ങിരിക്കട്ടെ അല്ലെ? റീൽസിലൊക്കെ ഈ ഹൈ റേഞ്ച് ആണ് താരം. അങ്ങനെ ഈ ഹോട്ട് ക്ലൈമറ്റിന് കൂൾ വൈബ് പിടിക്കാനായി വണ്ടി കയറി. പലരും പല അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഒട്ടും പ്രതീക്ഷയില്ലാതാണ് കേട്ടോ പോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ ഒരു രക്ഷയില്ല. ഇവിടെ ആകെ മൊത്തം 22 ഹെയർ പിൻ ആണുള്ളത്. ഓരോ ഹെയർ പിന് കയറും തോറും ചെറിയ ചാറ്റൽ മഴയും തണുപ്പൊക്കെ കൂടി വന്നു. മുന്നിൽ പോകുന്ന വണ്ടീനെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു അടിപൊളി വെക്കേഷൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ 1-ാം തീയതി സ്കൂൾ തുറക്കാനിരിക്കുക. അപ്പോഴും അവളുടെ ഒരു വെക്കേഷൻ എന്നായിരിക്കും നിങ്ങളിപ്പോ ആലോചിക്കുന്നത്. തേറി പറയാൻ വരട്ടെ, സാറ്റർഡേ സൺഡേ ലീവ് കിട്ടുമല്ലോ അല്ലേ? എന്തായാലും ജൂൺ മാസമൊക്കെ ഇവിടെ ഈ ക്ലൈമറ്റ് ഉണ്ടാവും. KSRTCയുടെ ഒരുപാട് ബസ് സർവീസ് ഇങ്ങോട്ടുണ്ട്. മാർച്ച് മാസം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ചൂട് കാരണം കല്ലാറ് പോലും വറ്റിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. പൊന്മുടി ടോപ്പിലെത്തിയപ്പോൾ 2 മണിയായി. എന്നിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടില്ലേ? പല ദേശത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇനിയും മുകളിലോട്ട് കയറാനായിട്ട് പോയി. ഇവിടെ മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രത്യേകമാണ് കേട്ടോ ടിക്കറ്റ് എൻട്രി വരുന്നത്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫീസ് നമ്മൾ ഇവിടെ അടയ്ക്കണം. ഒരു ട്രിവാൻഡ്രംകാരി എന്ന നിലയിൽ ഒരുപാട് വട്ടം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു ട്രിപ്പും ഈ ഒരു ക്ലൈമറ്റും എന്നും എന്റെ മനസ്സിലുണ്ടാവും. ആവശ്യത്തിലധികം ഫോട്ടോസും വീഡിയോസും എടുത്ത് ഒട്ടും താല്പര്യമില്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ വല്ല കാട്ടാനയുടെ വായിൽ ചെന്ന് പെടേണ്ട അവസ്ഥയാവും. തണുപ്പത്ത് ഐസ്ക്രീം കുടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ക്യാൻറ്റീനിൽ ഭയങ്കര തിരക്ക്. പിന്നെ താഴെ ചെന്ന് കഴിക്കാന്ന് വിചാരിച്ചു. 6 മണിക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവായിരുന്നു. പോകുന്ന വഴിക്ക് ഒരുപാട് ചായക്കടകളുണ്ട് കേട്ടോ. ഓൾറെഡി ഒരു ജലദോഷവും പനിയും വെച്ചിട്ടാണ് ഞാൻ ഈ ട്രിപ്പിന് ഇറങ്ങി തിരിച്ചത്. റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇനി വീട്ടിൽ ചെന്നിട്ട് അറിയാം എന്തായിരിക്കും അവസ്ഥ. മൊത്തത്തിൽ പറഞ്ഞാൽ കാടിനിടയിലൂടെ മഴയും തണുപ്പും കൊണ്ടൊരു യാത്ര. പൊന്മുടി പോയവരുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ.